ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് കാണിക്കുന്നത് നല്ലൊരു ചിക്കൻ റോസ്റ്റിന് റെസിപ്പിയാണ്. ഇതിന് വേണ്ടി സവോള, തക്കാളി വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. അതുപോലെ ഓയിലും വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടൊരു ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഇതിനായിട്ട് ഞാൻ 2 സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു പീസ് ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളിയും കൂടിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടീസ്പൂൺ ഉപ്പും പിന്നീട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് നാരങ്ങാനീരാണ്. ഞാനൊരു അര നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതൊരു 750 ഗ്രാം ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ പീസ് ഞാൻ വിനാഗിരി ഉപ്പ് ഇട്ട് നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ കറിയിൽ നമ്മൾ സവോളയും തക്കാളിയും ഒന്നും വഴറ്റുന്നില്ല, അതുപോലെ എണ്ണയും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ഓയിലിൽ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ചിക്കൻ വേകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ്റെ വേവ് എത്രയാണോ അതേ സമയത്ത് തന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സമയലാഭമുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന ആ സമയം വരെയാണ് നമുക്ക് നല്ല തീയിൽ വെക്കേണ്ടത്. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ എല്ലാം വെന്ത് അല്ലെങ്കിൽ വെള്ളമെല്ലാം വറ്റി വരുന്നവർ വേണം വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇത് തന്നെ ഇരുന്ന് സ്ലോ കുക്കായിട്ട് ചിക്കൻ്റെ നെയ്യിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ഓയിലുണ്ടല്ലോ, അതിനകത്ത് ആ ഒരു ഇതിൽ മാത്രമാണ് ഇത് ഓയിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു പ്രിപ്പറേഷനും കൂടിയാണ്. ഇപ്പോൾ ഏകദേശം പകുതി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കൻ്റെ വേവ് പകുതിയായിട്ടുണ്ട്. ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ ഇതിനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒത്തിരി വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം പറ്റി വരുന്നവരെ കുറച്ച് കൂടുതൽ സമയം വെക്കേണ്ടി വരും. കാരണം ചിക്കൻ്റെ വേവ് ഒത്തിരി ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അത്രമാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളവും എല്ലാം വറ്റി സവോളയും തക്കാളിയും എല്ലാം വെന്തലിഞ്ഞ് അതിനകത്തോട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കാണാമല്ലോ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓയിലും ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് സമയവും ലാഭമാണ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഓയിലോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനിയാണ് ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെ രുചി മുമ്പോട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ സവോളയും തക്കാളിയും ഒന്നും വഴറ്റാതെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ലാസ്റ്റ് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് കറി നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ രുചി മുമ്പോട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് നല്ല ടേസ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഗീ റോസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഏത് രീതിയിലാണെങ്കിലും അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് അതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിൻ്റെ സൈഡായിട്ട് പോവുകയും ചെയ്യും. ഇപ്പം ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ളൊരു റെസിപ്പിയാണ്. ഓയിലാണെങ്കിലും വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. കുക്കിംഗ് ടൈം ആണെങ്കിലും വളരെ കുറവാണ്. ഇന്നത്തെ ഈ ചിക്കൻ റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.